ഒരു സമുദായത്തിന്റെ നിലനിൽപ്പിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പിൽ വിശ്വാസ പരിശീലനത്തിന്, മതബോധനത്തിന് അതിനിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. സഭയുടെ വളർച്ച, സമുദായത്തിന്റെ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ നാം ആ ഒരു വളർച്ചയെ അളക്കേണ്ടത് ഭൗതികമായ ഒരു സമ്പത്തിന്റെ ആ ഒരു വളർച്ച അതിന്റെ അടിസ്ഥാനത്തിലല്ല, സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ എണ്ണത്തിലുള്ള ആ ഒരു വളർച്ച അതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വിശ്വാസത്തിൽ ആഴത്തിൽ വേരുറപ്പിക്കപ്പെട്ട ഒരു തലമുറ സഭയിലുണ്ടോ, സമുദായത്തിലുണ്ടോ എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. പലപ്പോഴും 12 വർഷക്കാലം വേദപാഠം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, മതബോധന പരിശീലനം ലഭിച്ച കുട്ടികൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ആശങ്കകൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളുടെ തുണയ്ക്കായി അല്ലെങ്കിൽ ആ കുട്ടികളെ വിശ്വാസത്തിൽ ബലപ്പെടുത്താൻ അവർ പഠിച്ച മതബോധനം പലപ്പോഴും ഒരു രക്ഷയ്ക്ക് എത്തുന്നില്ല, സഹായത്തിന് എത്തുന്നില്ല എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. 12 വർഷക്കാലം വേദപാഠം പഠിച്ചിറങ്ങിയ പല കുട്ടികളും ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വിദേശത്തേക്ക് നമ്മുടെ യുവതലമുറ പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞായറാഴ്ച പോലും പള്ളിയിൽ കയറാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. സമുദായത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സൂത്രശാലികളായ ചില കുറുക്കന്മാർ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ചില തന്ത്രപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വിശ്വാസ പരിശീലനം ലഭിച്ച കുട്ടികൾ എന്തുകൊണ്ട് അതിനു മുന്നിൽ പതറിപ്പോകുന്നു? കാലോചിതമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനം കൊടുക്കുവാൻ സഭ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിന്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പറയുമ്പോൾ എല്ലാം നശിച്ചു, ഓൾ ഈസ് ലോസ്റ്റ് എന്നൊരു അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ സ്വയം വിമർശിക്കുന്ന അല്ലെങ്കിൽ സ്വയം വിമർശനാത്മകമായ ചില ചോദ്യങ്ങൾ, അതിനുള്ള ഒരു ഉത്തരങ്ങൾ തേടുകയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. ജോജി അരുൺ, നമ്മൾ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏറ്റവും ആത്യന്തികമായിട്ട് നാം നോക്കേണ്ട ഒരു പോയിന്റ്, ഈ സഭയുടെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം, സമുദായത്തിന്റെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പരിശീലനത്തിന് അതിനിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട്. നമുക്കറിയാം, ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളൊന്നും എഴുതാത്ത ഒരു സ്ലേറ്റ് പോലെയാണ്. അപ്പോൾ ആ കുട്ടിയെ വിശ്വാസത്തിൽ വളർത്തണമെങ്കിൽ, ഒരു സമുദായ ബോധത്തിൽ വളർത്തണമെങ്കിൽ മതബോധനത്തിന്, വിശ്വാസ പരിശീലനത്തിന് അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട്. അതൊരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ് ഒരു ക്രൈസ്തവന്റെ, ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു പ്രാധാന്യത ഈ കാലയളവിൽ മാതാപിതാക്കൾ, കുടുംബങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ പഴയ തലമുറ, ഇപ്പോഴത്തെ ഒരു ന്യൂജൻ തലമുറ, അതിനെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപ്ഡേറ്റഡ് ആണ് അവർ. ഒരു സെക്കൻഡിലാണ് അവർക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നത്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ പടുത്തുയർത്തുന്ന, നവമാധ്യമങ്ങൾ പടുത്തുയർത്തുന്ന, തങ്ങളുടെ സുഹൃത്തുക്കൾ പടുത്തുയർത്തുന്ന, തങ്ങളുടെ പിയർ ഗ്രൂപ്പ് പടുത്തുയർത്തുന്ന ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ കാര്യങ്ങളെ വിലയിരുത്തുന്നതും, ചില കാര്യങ്ങളെ സ്വീകരിക്കുന്നതും, ചില കാര്യങ്ങളെ നിരാകരിക്കുന്നതും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലനം വളരെയധികം കാലോചിതമായും വളരെയധികം ഒരു അപ്ഡേറ്റഡ് ആകേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏത് ഓഫീസിൽ കടന്നു നിന്നാലും, ഏത് സ്ഥാപനത്തിൽ കടന്നു നിന്നാലും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യപ്പെടാത്ത ഒരു സ്ഥാപനമോ ഒരു ഓഫീസോ ഇല്ല. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഒരു മേധാവി ചിന്തിക്കുകയാണ്, വെറുതെ എന്തിനാ കമ്പ്യൂട്ടർ മേടിക്കണം, വെറുതെ ഒരു പൈസ ചെലവല്ലേ, സാമ്പത്തികമായ വലിയൊരു ഭീമമായ നഷ്ടമല്ലേ, പഴയ പോലെ തന്നെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്കറിയാം, ഇപ്പൊ ഒരു തേർഡ് വേൾഡ് വാർ നടന്നു കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് പോരാട്ടം നടത്തുന്ന, യുദ്ധം നടത്തുന്ന ആ രാജ്യം അമ്പെ പരാജയപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിച്ച ആ ഒരു നാള്, ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവും ഇപ്പോൾ എത്തി നിൽക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം എത്രത്തോളം ഒരു അപ്ഡേറ്റഡ് ആണ്. ഓരോ വർഷവും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അതിൽ വരുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അനുദിനം നിരവധി വെല്ലുവിളി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ ചില കൂട്ടർ ഉയർത്തുന്നു, മാധ്യമങ്ങളിലൂടെ സഭയെ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ 12 വർഷക്കാലം വിശ്വാസ പരിശീലനം ലഭിച്ച പല കുട്ടികളും, എല്ലാവരും അല്ല, പല കുട്ടികളും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർ തകർന്നു പോകുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ 12 വർഷക്കാലത്തെ വിശ്വാസ പരിശീലനം അവർക്ക് അവരുടെ തുണയ്ക്ക് എത്തുന്നില്ല എന്നത് അവിടെ പ്രസക്തമായിട്ടൊരു സംശയം തന്നെയാണ്. അപ്പോൾ ജോജി, നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ സഭയ്ക്ക് നിരവധി സംവിധാനങ്ങളുണ്ട്, നിരവധി വിങ്ങുകളുണ്ട്, നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അത് വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു. പക്ഷെ
എൻ്റെ ഒരു പേഴ്സണൽ നിരീക്ഷണത്തിൽ തന്നെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനേക്കാളും ഏതൊരു മേഖലയെക്കാളും സഭ ആത്യന്തികമായി ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല തന്നെയല്ല. അത് സാമ്പത്തികപരമായ കാര്യത്തിലായിക്കോട്ടെ, ഭൗതികമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായിക്കോട്ടെ, പരിശീലനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല തന്നെയല്ലേ വിശ്വാസ പരിശീലനം. അതിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കാതെ പോയതുകൊണ്ടാണോ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും പല യുവതലമുറ, നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങളും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു? നമ്മൾ വിശ്വാസ പരിശീലനം വരെ തുടക്കത്തിൽ തന്നെ പറയാം, അത് സഭ നൽകുന്ന വിശ്വാസ പരിശീലനമുണ്ട്, കുടുംബത്തിലെ വിശ്വാസ പരിശീലനമുണ്ട്. ഇത് രണ്ടിനെയും ഉദ്ദേശിച്ചാണ് നമ്മളിവിടെ ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ജോജി, ഈ ഒരു കാലഘട്ടത്തിൽ സഭ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണെന്ന് തിരിച്ചറിയുന്നതിനാണ് സഭയുടെ വിജയം എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ ജോർജ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം പോയി എല്ലാം ലോസ്റ്റ്, അതല്ല, ഒരിക്കലും അതല്ല. മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വളരെ ആഴമേറിയ പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകും, നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഒരു സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ സമൂഹത്തിന് എന്താണോ ആത്മീയ ശക്തി പകരുന്നത് ആ കാര്യങ്ങളുള്ള അറിവാണ്. ഇപ്പം നമ്മൾ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസമുള്ള ആഴത്തിലുള്ള അറിവ്, അതിലുള്ള ദൃഢത, ആ രീതിയിലുള്ള ജീവിതം, അങ്ങനെ എന്നാ പറയുക, ആ ഒരു വ്യക്തിയുടെ ജനനം മുതൽ അവസാനം വരെയും അവൻ പോകേണ്ട ആ ഒരു വഴികളിലൂടെയുള്ള ശരിയായ ആ ഒരു നടത്തിപ്പിനുള്ള വേണ്ട പ്രബോധനങ്ങളും പഠനങ്ങളും ലഭിക്കുന്നൊരവസ്ഥ, അതാണ് ശരിക്കും. അപ്പോൾ ഈ വിശ്വാസസംബന്ധമായ മേഖല നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. ശരിക്കും പണ്ടത്തെ കാലഘട്ടം വല്ലാതെ മാറി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അത് എല്ലായിടത്തും വ്യാപകമാകുകയാണ്. മീഡിയയിലേക്കായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ, കലാമാധ്യമങ്ങളിൽ, എല്ലാ മേഖലകളിലും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം, അതിനെ ഇകഴ്ത്തി കാണിക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിൽ നിന്ന് നമ്മളെ പിൻപോട്ട് വലിക്കാനുള്ള പോരാട്ടം വളരെ ശക്തമാണ്. അപ്പോൾ അവിടെയാണ് ഈ കാറ്റഗിസത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ശരിക്കും പലപ്പോഴും ഈ 12 വർഷത്തെ കാറ്റഗിസം നമ്മൾ ഒരു വലിയ കാലയളവ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ശരിക്കും പരിശോധിക്കുമ്പോൾ ആ ലഭിക്കുന്ന മണിക്കൂറുകൾ വളരെ വളരെ തുച്ഛമാണ്. ശരിക്കും മറ്റുള്ള ഏതൊരു അക്കാഡമിക് വിഷയം പഠിക്കുന്ന സമയവും, അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിലാക്കണം പരമപ്രധാനമായ ഈ വിശ്വാസം എന്താ പറയുക, അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന സമയം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന സമയം അത് വളരെ തുച്ഛമാണ്. ശരിക്കും ഞായറാഴ്ച കിട്ടുന്ന 1-1.5 മണിക്കൂർ, അല്ലെങ്കിൽ എന്താ പറയുക, മൊത്തം മണിക്കൂർ എടുക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ വരുന്നുള്ളത്. അപ്പോൾ ഈ തുച്ഛമായ സമയം കൊണ്ട് എങ്ങനെ നമ്മുടെ കത്തോലിക്ക വിശ്വാസം ഇത്ര ഗഹനമായ, ഇത്ര ആഴമുള്ള, അല്ലെങ്കിൽ ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരു വിശ്വാസ കൈമാറ്റം സാധ്യമാകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഞായറാഴ്ചകളിലുള്ള മറ്റു സമയങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ശനിയാഴ്ചകൾ ഉപയോഗിക്കുകയോ അങ്ങനെ എന്താണെങ്കിലും ശരി, ഈ മനുഷ്യൻ്റെ ആത്മാവിനെ ശരിക്ക് പരിപോഷിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഈ ഒരു വിശ്വാസ കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടെ ശ്രദ്ധ നമ്മൾ കാണിച്ചേ പറ്റൂ. അതിന് ഞായറാഴ്ചകളുടെ എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ള അക്കാഡമിക് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സമയം എടുക്കുന്നു, ട്യൂഷന് വിടുന്നു, രാത്രി വരെ പോകുന്നു, പണം ചിലവാക്കുന്നു, അതിനുവേണ്ടി എന്ത് സഹകരണം എടുക്കുന്നു, എന്ത് ത്യാഗം കൊടുക്കുന്നു. എന്നാലും മനസ്സിലാക്കണം, ഈ ഒരു നമ്മുടെ വിശ്വാസബന്ധമായ മേഖലയിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം വളരെ വളരെ തുച്ഛമാണ്, വളരെ വളരെ കുറവാണ് കാര്യം. രണ്ടാമതൊരു കാര്യം, ഈ പലപ്പോഴും ഈ പരിശീലനത്തിൽ നമ്മൾ കാണുമ്പോൾ കുറെ അവിടെയും പഠിച്ച് മാർക്ക് വാങ്ങുക. ഈ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2-നൊക്കെ ഈ പറഞ്ഞ കാറ്റഗറിസിൽ പഠിച്ച് മാർക്ക് വാങ്ങുന്ന വ്യക്തിക്ക് യേശുവായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു പരിശീലനത്തിൽ ഓരോ കുട്ടിയെയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് യേശുവായിട്ടൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ള, അതിനുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. അതൊരു അനുഭവവേദ്യമാകണം, ഒരു താത്വികമായിട്ടുള്ള അവലോകനം എന്നുള്ള രീതിയിൽ പലപ്പോഴും കാര്യങ്ങൾ അതാ. അപ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ വെച്ചാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ബൈബിളിന് ശരിക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് ശരിക്കും, അല്ലെങ്കിൽ വചനവുമായിട്ടൊരു ബന്ധം വേണം, യേശുവായിട്ടൊരു ബന്ധം വേണം. ഇങ്ങനെ വ്യക്തിപരമായ ഒരു അനുഭവം ഇല്ലാതെ ഈ കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം 12ാം ക്ലാസ്സിന് ശേഷവും ആ കുഞ്ഞിനോട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു 2 ചോദ്യങ്ങൾ ചോദിച്ച് ആ കുഞ്ഞിനെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടും വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ വിശ്വാസം വിട്ടെറിഞ്ഞ് ആരുടെ കൂടെ പള്ളിയിൽ ഇറങ്ങിപ്പോകാൻ കുട്ടികൾക്ക് യാതൊരു മടി, അതാവസ്ഥ. അപ്പം യേശുവായിട്ടൊരു വ്യക്തിപരമായ ബന്ധം വളരെ ഖേദകരമായ ഒരു കാര്യം, അത് സ്ഥാപിക്കപ്പെടും. അപ്പം അതിൻ്റെ കുറവുകൾ അത് നമുക്ക് ഒരുപക്ഷെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതേകളെ മാത്രം പറഞ്ഞു, മറിച്ച് കുടുംബത്തിലും വിഷയം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ദൈവാനുഭവം അതിന് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്കൊരു ദൈവാനുഭവം ഉണ്ടാകണം, അതിൽ പഠിപ്പിക്കുന്നവർക്ക് ദൈവാനുഭവം ഉണ്ടാകണം. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ
ഇപ്പം നമ്മൾ അനുഭവിക്കാത്ത ഈശോയെ നമുക്ക് ഒരിക്കലും കൈമാറ്റാൻ സാധിക്കില്ല. അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു കോറായ ഇഷ്യൂ. അപ്പം ഈ മേഖലയിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും കാറ്റഗറിസം പഠിപ്പിച്ചുകൊണ്ടെന്ന് വെച്ചാൽ വിശ്വാസം അടിയുറത്തോടൊന്നും യാതൊരു നിർബന്ധവുമില്ല. കുട്ടികൾ വിശ്വാസം വിട്ടുപോകാനുള്ള സാധ്യത. ഇനി മറ്റൊരു മേഖല എന്താ വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഈ ടോപ്പിക്കുകൾ അത് കാലോചിതമാണോ എന്ന് ശ്രദ്ധിക്കണം, അപ്ഡേറ്റഡ് ആണ് വരിക. കാരണം വെച്ചാൽ പല രീതിയിലുള്ള എന്താ പറയുക, ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള ഇസങ്ങൾ, പല രീതിയിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ബദലായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇലുമിനാറ്റി ഗ്രൂപ്പുകളാകാം, മറ്റു പല ഗ്രൂപ്പുകളാകാം, അവർ ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശരിക്ക് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കുട്ടികളെ അകറ്റാം. കുട്ടികളാണ് പിടിക്കുന്നത്, മനസ്സിലായി ചെറുപ്പത്തിൽ പിടിക്കുകയാണ് അവരെ. അപ്പോൾ ഈ കാലത്തെ കുട്ടികൾ ഇവിടെ ജോർജ് പറഞ്ഞ പോലെ വളരെ ഇൻഫർമേറ്റീവാണ്. അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ അറിവുകളൊക്കെ ഓവർകം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനൊക്കെ സാറ്റിസ്ഫാക്ഷൻ ആയ രീതിയിൽ ഉത്തരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ പ്രബോധനം, ആ രീതിയിലുള്ള വിശ്വാസ കൈമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ ഇതൊക്കെ അവഗണിക്കാനും അവർക്ക് തന്നെ തോന്നുന്നു ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒന്നുമല്ല സില്ലിയാണ് എന്നുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇതൊന്നും തൃപ്തികരമല്ല എന്നുള്ള അവസ്ഥ തോന്നി അവർ വിശ്വാസത്തിൽ തള്ളിക്കളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വളരെ ആവശ്യമാണ്. അതുപോലെ ടോപ്പിക്കുകളുടെ കാര്യത്തിലും നമ്മൾ ഏതൊക്കെ ടോപ്പിക് എടുക്കണം, എന്താണ് അവരുടെ വിശ്വാസം, ആ ഒരു വളരെ വെല്ലുവിളിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ദൈവാനുഭവവും അതുപോലെ തന്നെ റിച്ചായ, അതുപോലെ വളരെ ആപ്റ്റായ ടീച്ചിങ്ങും രണ്ടും കൂടെ ചേർന്ന്, ആത്മാവും ജ്ഞാനവും എന്ന് പറഞ്ഞ പോലെ രണ്ടും കൂടെ ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ആവശ്യകത വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. നമ്മൾ ഈ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയാണ്. അതായത് ഒരു കാരണവശാലും നമ്മുടെ പാരമ്പര്യ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് ഒരു വ്യതിചലനം, ഒരു കോംപ്രമൈസ് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ജോജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഈ കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ണിന് ഇമ്പകരമായിട്ടുള്ള രീതിയിൽ, വളരെ ആസ്വാദികരമായിട്ടുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ അതിനേക്കാളൊക്കെ 100 ഇരട്ടി 1000 ഇരട്ടി മൂല്യമുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി, അവിടെയാണ് നമ്മളൊരു അപ്ഡേഷൻ എന്നൊരു കാര്യം ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്, ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു നഗരപ്രദേശത്തെ ഒരു പള്ളി, അല്ലെങ്കിൽ ഏത് പള്ളി ആയിക്കോട്ടെ, ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പള്ളി വർഷത്തിൽ ആ ഒരു പള്ളി പെരുന്നാളിന് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് എത്രത്തോളമുണ്ട്, വിശ്വാസ പരിശീലനത്തിന് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ്, അതിന് അലോട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് എത്രത്തോളമുണ്ട്, ആ ഒരു കമ്പാരിസൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം പള്ളിപ്പെരുന്നാൾ അടുത്ത വർഷം ആഘോഷിക്കണമെങ്കിൽ പള്ളിയിൽ ആള് വേണം, കുട്ടികൾ വേണം, യുവജനങ്ങൾ വേണം. അവർ പള്ളിയിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസത്തിൽ ഒരു വേരുറപ്പ് അവർക്ക് കൃത്യമായിട്ടും വേണം. അവിടെയാണ് ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുൺ, ജോജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്, നാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചിലരിലൂടെയൊക്കെ ഉയരുന്ന ചില സംശയങ്ങൾ. നമുക്കറിയാം, ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠന കാലയളവിൽ ആ ഒരു പഠന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എത്ര ജാഗ്രതയാണ് പുലർത്തുന്നത്. ട്യൂഷന് വിടുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഓൺലൈൻ പഠന ആപ്പുകളൊക്കെ ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു, പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, ഭയങ്കര തീക്ഷ്ണതയാണ്. പക്ഷെ വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ ആ ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് ദൂരീകരിക്കാൻ നമ്മുടെ ഇന്നത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്രത്തോളം ഒരു ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അപ്പോൾ പലപ്പോഴും നിസ്സാര ചില സംശയങ്ങളുടെ മുന്നിൽ നമ്മുടെ കുട്ടികൾ പതറിപ്പോകുന്നു. പക്ഷെ ആ ഒരു പതർച്ച ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജോർജ്, ഇവിടെ ജോജി സൂചിപ്പിച്ചതുപോലെ ശരിക്കും നമ്മുടെ കാറ്റഗറിസം പുസ്തകത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പുസ്തകത്തിലെ കണ്ടന്റ് വളരെ റിച്ചാണ്, നല്ല കണ്ടന്റാണ്. ഇപ്പോൾ ഈ ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റാണ് നമുക്കുള്ളത്. നമ്മുടെ പ്രശ്നം കിടക്കുന്നത് നമ്മളത് കാലോചിതമായിട്ട് പരിഷ്കരിക്കുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഇപ്പോഴത്തെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ ഏകദേശം 10 വർഷത്തോളം കടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും അത് മാറ്റേണ്ടതിനെ കുറിച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും, ഇത്രയധികം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടും ആ പുസ്തകം മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് അമാന്തമാണ്. അതിന് പലപ്പോഴും പറയുന്ന കാരണങ്ങളാണ് പലപ്പോഴും നമ്മെ വേദനിപ്പിക്കാറുള്ളത്. അതായത് ബുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോക്കുള്ള പുസ്തകം വിറ്റ് കഴിഞ്ഞിട്ട് മതിയിലെ ഇനി പുതിയ പരിഷ്കരണം എന്നൊക്കെ ചോദിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട്. ഇവിടെ എത്ര മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, എത്രയധികം കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു. പല രീതിയിൽ നിരീശ്വരവാദത്തിലൂടെ പോയിട്ടുണ്ട്, ഈ ദാവക്കാരുടെ പ്രചരണങ്ങളിലൂടെ പോയിട്ടുണ്ട്, പ്രണയക്കണികളിലൂടെ പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അത് തിരുത്തുന്നില്ല? ഇപ്പോൾ ഉപയോഗിക്കുന്ന പുസ്തകം അതേപടി തന്നെ നിലനിർത്തിയിട്ട് കൈപ്പുസ്തകം അടിച്ചാൽ മതി എന്നാണ് പലരും വാദം ഉന്നയിക്കുന്നത്. ഇവിടെ 2 രീതിയിൽ നമുക്കത് കാണണം. കൈപ്പുസ്തകമായിട്ട് കൊടുക്കേണ്ട കണ്ടന്റ് കൈപ്പുസ്തകമായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ മതബോധന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ പെടുത്തേണ്ട കാര്യങ്ങൾ പാഠ്യ പദ്ധതിയിൽ തന്നെ പെടുത്തണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായി നമുക്കറിയാം, നമ്മളൊരു കൈപ്പുസ്തകം അടിക്കാൻ ഇറങ്ങിയ പുസ്തകം പ്രിന്റ് ചെയ്യാൻ കൊടുത്ത സ്ഥലം മാറിപ്പോയി. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ മറ്റൊരു സ്ഥലത്ത് കൊടുത്തപ്പോൾ പിന്നീട് അത് അവിടെ നിന്ന് ലീക്കായി. അതിനുശേഷം അവിടെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം.
പക്ഷെ നമ്മൾ എപ്പോഴും നഷ്ടങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ലാഭങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ നമ്മുടെ കുട്ടികളുടെ ആത്മാവിന്റെ നഷ്ടം, അതിനെ കുറിച്ച് ഇപ്പോഴും പലരും ബോധേടല്ല. പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഒറ്റ ഒരെണ്ണല്ലേ പോയുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെയല്ലേ സംഭവിക്കുന്നുള്ളൂ, അത് സാരമില്ല, അല്ലെങ്കിൽ കൂട്ടമായിട്ടൊന്നും പോയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത്, ഒറ്റ ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറക്കം വരാത്ത ഇടയന്മാര് അവര് നമുക്കുണ്ടാവണം. അല്ല, ഇവിടെ അരുൺ ഇങ്ങനെ പല പല ഒറ്റകൾ പോകുമ്പോഴാണല്ലോ അവയുടെ എണ്ണം കൂടി കൂടി വരുന്നത്. ഇതാണല്ലോ ഇപ്പോൾ ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ തിരുത്തലുകൾക്ക് തയ്യാറാവുന്നില്ല. പലപ്പോഴും ഇവിടെ ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറ്റപ്പെടുത്തുന്നത് ഈ നഷ്ടപ്പെടുന്ന കുട്ടികളെയാണ്. ആ കുട്ടികൾക്ക് വന്ന വീഴ്ചയെക്കുറിച്ചും അവരെ വളർത്തിയ മാതാപിതാക്കളുടെ വളർത്തുദോഷത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ ചാനലിൽ ഇരിക്കുമ്പോൾ എത്ര അനുഭവങ്ങൾ നമ്മൾ കേട്ടു. പലപ്പോഴും നമ്മളെക്കാളും 10 ഇരട്ടി വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണ് മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഈ കുറ്റം പറയുന്നവരുടെ വീട്ടിലുള്ള വിശ്വാസത്തെക്കാളും ഉയർന്ന വിശ്വാസത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നാണ് പലരും നഷ്ടപ്പെട്ടത്. ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ കുട്ടികൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്, അവർ വഞ്ചിക്കപ്പെടുകയാണ്, അവർ ചില ഭീഷണികൾക്ക് മുമ്പിൽ പതറിപ്പോവുകയാണ്. ഇത്തരം കുട്ടികളെ സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്തരം ചതികളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പെടുന്നതിൽ ഒരല്പമെങ്കിലും കുറവ് വരുത്താനായിട്ട് നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ചേ തീരൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു വ്യക്തി മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം, ഈ പെൺകുട്ടി ഹെൽമെറ്റ് കൃത്യമായിട്ട് ധരിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇതാണ് സമുദായത്തിലെ ചില വ്യക്തികൾക്ക് വരുന്ന അപചയത്തിന്റെ കൃത്യമായ അടയാളങ്ങൾ. ഇങ്ങനെയുള്ളവരാണ് ഈ സമുദായത്തിന് ശാപമായിട്ട് മാറുന്നത്. നമ്മൾ തിരുത്തലുകൾക്ക് തയ്യാറാകണം. കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ ഏറെയാണ്. ഈ എത്തിസ്റ്റുകള് എത്രയോ കുട്ടികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ അകറ്റി കളയുന്നു. ആദ്യഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ഈ എത്തിസ്റ്റുകളിലൂടെ വരുന്ന വിശ്വാസ നഷ്ടമാണ്. അതിനുശേഷമാണ് ഈ ദാവക്കാര്, അതല്ലെങ്കിൽ ഈ ദാവക്കാരുടെ തന്ത്രങ്ങള് ഉപയോഗിക്കുന്ന പ്രണയക്കെണിക്കാര്, ഇവരാണ് നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ എത്തിസ്റ്റുകൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇങ്ങനെയായിരിക്കും, ദൈവമുണ്ടോ എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവ്? ഈ ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്കായിട്ടില്ല. അവരോട് ദൈവമില്ല എന്നുള്ളതിന്റെ തെളിവ് ഈ എത്തിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തോടു കൂടി കഴിയും. പക്ഷെ ഇപ്പുറത്ത് വിശ്വാസം ഉണ്ടാവണം. ഇപ്പുറത്ത് ചോദിക്കുന്ന വ്യക്തി വിശ്വാസിയായിരിക്കണം. വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ഒരു എത്തിയസ്റ്റിനെ ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ടീമാണ് ഈ ദാവക്കാര്, അല്ലെങ്കിൽ ഈ പ്രണയക്കെണിയുമായിട്ട് വരുന്നവര്. ഇവരെ എങ്ങനെ നേരിടണം? ഇത് കൃത്യമായിട്ട് നമ്മൾ മതബോധനം കൊടുക്കുക തന്നെ വേണം. ഈ പെൺകുട്ടികൾക്ക്, ഇപ്പൊ എനിക്കറിയാം, എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ സെപ്പറേറ്റ് മാറ്റി ഇരുത്തിക്കൊണ്ട് ആൺകുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ ആൺകുട്ടികൾക്ക് കൊടുക്കും, പെൺകുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കും. ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഉപദേശം കൊടുത്തുകൂടാ? ഇവിടെയാണ് ഈ കേരള സ്റ്റോറി പോലെയുള്ള സ്റ്റോറികളുടെ പ്രസക്തി വരുന്നത്. ഇവിടെയാണ് ഇത്തരം കെണികളിൽപ്പെട്ടവരുടെ അനുഭവങ്ങൾ അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യം വരുന്നത്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെണികൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ കൂടുതൽ അലർട്ടായിരിക്കും. ഇനിയിപ്പോ ഇതൊന്നും നമ്മുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്നും ചെയ്യണ്ട, ഈ ചരിത്രമെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? ഇപ്പോൾ നമ്മുടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തില് നമ്മുടെ സൃഷ്ടി മുതൽ ക്രിസ്തുവിലൂടെ വന്ന രക്ഷ എല്ലാം, അതായത് സഭയുടെ സ്ഥാപനം, അതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ അബ്രഹാം മുതലുള്ളതെല്ലാം കൃത്യമായ ചരിത്രം കൂടിയാണ്. ബൈബിൾ പോലും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല, അതിലൊരു ചരിത്രം കൂടിയും കിടക്കുന്നുണ്ട്. പലപ്പോഴും മറ്റു മതങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ചരിത്രം, അല്ലെങ്കിൽ ആ മതങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇസ്ലാം മതത്തെ കുറിച്ച് തന്നെയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ജിബ്രീൽ മലക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കൊടുത്തിട്ടുള്ള ചില വെളിപാടുകളുടെ ആ ഭാഗം തൊട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിന്റെ ഒരു സാഹചര്യം കൂടിയാണ്. ആ കാലം എങ്ങനെയായിരുന്നു, ആ കാലം എങ്ങനെയാണ്, ആ ദേശം എങ്ങനെയായിരുന്നു. ക്രിസ്തുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം, 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം 2500 കിലോമീറ്റർ അകലെ ഒരു അറബി നാട്ടിൽ, മക്കയും മദീനയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ ബോധ്യം കൊടുക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം ആരായിരുന്നു, അതേക്കുറിച്ച് കൃത്യമായ ബോധ്യം നമ്മൾ കൊടുക്കണം. ഇവിടെ ക്രിസ്തുവിന് മുൻപേ ജൂതന്മാര് ഈ അറബി നാട്ടിലുണ്ട്. അവരിൽ നിന്നാണ് പത്രോസ്ലീഹ പെന്തക്കുസ്തയ്ക്ക് പ്രസംഗിക്കുമ്പോൾ അവരിൽ നിന്ന് അവിടെ ആ പ്രസംഗം കേൾക്കാൻ വന്നവരുണ്ട്. അവർ ക്രിസ്ത്യാനികളായിട്ട് ഈ അറബി നാട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തു മതവും ജൂതമതവും ഒരുപോലെ വളർന്നിട്ടുള്ള, അല്ലെങ്കിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു ദേശമാണ് ഈ അറബി നാടുകളായിരുന്നത്. അവിടെയാണ് 6 നൂറ്റാണ്ടിന് ശേഷമുള്ള ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ അന്നത്തെ അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. ഇനി ഈ ക്രിസ്ത്യാനികളിൽ തന്നെ ഏതൊക്കെ പാഷണ്ഡതകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മൾ പാഷണ്ഡതകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിലത്തെ ഏത് പാഷണ്ഡതകൾ അവിടെ ഉണ്ടായിരുന്നു? അവിടെ ആര്യന്യസം ഉണ്ടായിരുന്നു, അവിടെ നെസ്റ്റോറിയനിസം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളിലെ ഭൂരിഭാഗവും ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ത്രിത്വത്തെയും നിഷേധിക്കുന്ന എബോണൈറ്റ് ക്രൈസ്തവരായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെയാണ് അവിടെ 360ഓളം ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളൊക്കെ എല്ലാം സ്വന്തമായിട്ട് ഗോത്ര ദൈവങ്ങൾ. ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു ഗോത്രത്തിൽ നിന്നാണ് ഈ മതത്തിന്റെ ഉത്ഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം അവിടെയുണ്ട്. അതുകൂടാതെയാണ് ഈ ബർണബാസിന്റെ സുവിശേഷം പോലെ, നമുക്കറിയാം മത്തിയാസാണ് 12-ാമന് പകരം, യൂദാസിന് പകരം തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഈ ബർണബാസിന്റെ സുവിശേഷം കയ്യിൽ പിടിച്ചു നടക്കുന്നവർ വിശ്വസിക്കുന്നത് ബർണബാസിനെയാണ് 12-ാമത്തെ ശിഷ്യനായിട്ട് തെരഞ്ഞെടുത്തതെന്നൊക്കെയാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരം സഭ തള്ളിക്കളഞ്ഞ അത്തരം പുസ്തകങ്ങളും ഇവിടെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ജിബ്രീൽ വന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് ആരോടാണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ആ മെസ്സേജ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ കസിനോടാണ്. ആ കസിൻ ഒരു ക്രൈസ്തവനാണ്, അദ്ദേഹം ബൈബിളിനെ കുറിച്ച് അറിയുന്നവനാണ്. അദ്ദേഹം പറയുന്നു മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ആള് തന്നെയാണ് ഇതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു ചരിത്രം രൂപപ്പെടുന്നതെന്ന് അറിയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ മറ്റൊരു വിശ്വാസത്തെയും ഒരിക്കലും ഇകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ നമ്മുടേത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയുകയോ ഒന്നും ആവശ്യമില്ല. ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തിരിച്ചറിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയും നിങ്ങളുടെയും ഒന്നാണെന്ന് പറഞ്ഞു വന്നാലോ അതല്ലെങ്കിൽ നിങ്ങളുടേത് തിരുത്തപ്പെട്ടതാണെന്ന് പറഞ്ഞു വന്നാലോ ഒന്നും അവര് അത് അംഗീകരിക്കില്ല. കാരണം അവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇനി ഇതും പറ്റിയില്ലെങ്കിൽ യുക്തിപരമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. മഹാത്മാഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധിയാണെന്ന് നമുക്കറിയാം. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ പോയിട്ടുള്ള ആ മിഷനും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. മഹാത്മാഗാന്ധിയെ കൊല്ലപ്പെട്ടത് നാഥുറാം ഗോഡ്സെ വെടിവെച്ചിട്ടാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് 500 വർഷങ്ങൾക്ക് ശേഷം, നമ്മുടെ തലമുറകളൊക്കെ പോയി 500 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യാനേഷ്യയിൽ ഒരു പുസ്തകം എഴുതപ്പെടുകയാണെന്ന് വിചാരിക്കുക. ആ പുസ്തകത്തില് ഗാന്ധിജിയുടെ പേരിനോട് സാമ്യമുള്ള ഒരു വ്യക്തിയുടെ പേരുണ്ട്, ഭാര്യയുടെ പേര് കസ്തൂർബയ്ക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു പേരുണ്ട്. അതിനുശേഷം അവരുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലത്തെ ഏതെങ്കിലും ഒരു രാജവംശത്തിലെ മൗര്യ അല്ലെങ്കിൽ ഗുപ്ത രാജവംശത്തിൽ ആരുടെയെങ്കിലും പേരുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഗാന്ധി ആഫ്രിക്കയിൽ മാത്രമല്ല അമേരിക്കയിലും പോയിട്ടുണ്ട്, അന്റാർട്ടിക്കയിലും പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീരപരിവേഷം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഗാന്ധിയെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്? ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് ചരിത്രം, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ത്യാനേഷ്യയിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൽ അതിനു പകരം ഗാന്ധിജി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നൊക്കെയാണ് എഴുതിയെന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ ഗാന്ധിജി കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഗാന്ധിജിയെ വെടിവെച്ചപ്പോൾ ഗാന്ധിജി അമാനുഷികമായിട്ട് രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ത്യക്കാർ എന്ത് വിശ്വസിക്കണം? 500 വർഷം കഴിഞ്ഞോട്ടെ, ഇന്ത്യക്കാർ എന്ത് വിശ്വസിക്കണം? ഇന്ത്യാനേഷ്യക്കാർ എന്ത് വിശ്വസിച്ചാലും പ്രശ്നമില്ല, പക്ഷെ ഇന്ത്യക്കാർ എന്ത് വിശ്വസിക്കണം? ഈ വിശ്വാസം, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ബോധ്യം നമ്മുടെ കുട്ടികളിലുണ്ടെങ്കിൽ അവർ ഈ ദാവക്കാരുടെയോ അല്ലെങ്കിൽ പ്രണയക്കണിക്കാരുടെയോ മുമ്പിൽ വെച്ചിട്ട് വീണു പോവില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ട ചരിത്രങ്ങളും പഠിപ്പിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വരെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നീറോന്റെയും ഡയോക്ലീഷ്യസിന്റെയൊക്കെ മതമർദ്ദനങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് കോൺസ്റ്റന്റൈനിൽ വെച്ച് നമ്മൾ നിർത്തിപ്പോവാണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ഏതാനും പാഷണ്ഡതകളെ കുറിച്ചും അതല്ലെങ്കിൽ വളരെ ഗോപ്യമായ രീതിയിൽ കുരിശുയുദ്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച പഠിപ്പിച്ച നമ്മൾ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായ തളർച്ചയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല? അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ബോധ്യങ്ങൾ കിട്ടും. എന്തുകൊണ്ട് ആ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നില്ല? ആ ചരിത്രം പഠിച്ചാൽ നമ്മുടെ വിശ്വാസികൾ അലർട്ടായിരിക്കും. അവർക്ക് പകർന്നു കിട്ടിയ വിശ്വാസം, അവർക്ക് നമ്മൾ ഊതി കത്തിച്ചു കൊടുത്ത വിശ്വാസം, ആ വിശ്വാസം കൈമോശം വരാതിരിക്കാനായിട്ട്, അത് ജീവിതത്തിന്റെ ഏതെങ്കിലും വഴിയിൽ വെച്ച് തകർന്നു വീഴാതിരിക്കാനായിട്ട് അവർ ഇത്തരം കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ലെബനോനിൽ ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചു അത് അവർ അറിഞ്ഞിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഇപ്പോ AI കാലാണ്. AI എന്ത്, ഒറിജിനൽ എന്ത്, അത് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് AI ടെക്നോളജി എന്താണെന്നെങ്കിലും അറിയണം. അങ്ങനെ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സത്യവിശ്വാസം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ബോധ്യം കിട്ടും. മറ്റുള്ളവര്, അത് നിരീശ്വരവാദികളായിക്കോട്ടെ, അത് പ്രണയചരിയന്മാരായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർ കൊണ്ടുവരുന്ന പഠനങ്ങളുടെ മുൻപിൽ ഇവർ പതറിപ്പോവില്ല. ഇവർ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കും. ഇവിടെ ജോർജി, നമ്മുടെ ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ കുറേയും കൂടെ ശ്രദ്ധ കാണിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഏതൊരു സമൂഹത്തിൻ്റെയും എന്നാ പറയുക, അവരുടെ നിലനിൽപ്പ് തന്നെ ആ സമൂഹത്തിലുള്ളവരുടെ ആ ഒരു എന്നാ പറയുക വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിലുള്ള ആ ഒരു ദൃഢതയും അവയോടുള്ള പ്രതിപത്തിയാണ് ശരിക്കും. അപ്പം ഈ ഒരു നാടുകളിലെ നമ്മുടെ പലപ്പോഴും ഈ ക്രൈസ്തവ ചരിത്രം അല്ലെങ്കിൽ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിലെ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ ഈ അരുൺ പറഞ്ഞ പോലെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം പലയിടങ്ങളിലും ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ വിശ്വാസം തീർത്തും ഇല്ലായ്മയപ്പെടാൻ കാരണമായിട്ടുള്ള കുറേ സംഭവവികാസങ്ങളുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇന്ന് ഈ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസം വളരെ ശക്തമായിരുന്നു.
അല്ലെങ്കിൽ ഇന്നത്തെയുള്ള ഈ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിലെ ഈ ഒരു ജനങ്ങളുടെ പൂർവികരെ എടുക്കുകയാണെങ്കിൽ, ഒരു കുറെ കാലം മുമ്പുള്ള തലമുറ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ക്രൈസ്തവ വിശ്വാസികളായിരിക്കും. എന്നാൽ ഇപ്പോഴത്തുള്ളവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇമ്മമ്മറബിൾ മെമ്മറി എന്ന് വെച്ചാൽ വിസ്മരിക്കാനാവാത്ത ഓർമ്മകൾ. അതിനെക്കുറിച്ച് പറയുക ഒരു 100 വർഷമാണെന്ന് പറയുന്നത്. അപ്പം 100 വർഷക്കാലത്തോളം നമ്മുടെ ഉള്ള വിശ്വാസത്തിൽ നിന്ന് മാറി നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന തലമുറയ്ക്ക് നമ്മൾ പണ്ടെന്ത് ചെയ്തു അതിനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായില്ല. അപ്പം 100 വർഷം മുമ്പ് ക്രൈസ്തവ വിശ്വാസം പ്രബലപ്പെട്ടിരുന്നു, എന്നാൽ ഒരു 100 വർഷക്കാലമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള വിശ്വാസ കൈമാറ്റവും ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ പുതിയ തലമുറകളിൽ ക്രൈസ്തവ വിശ്വാസം ഒട്ടും ഉണ്ടായില്ല. അപ്പൊ ഈ ഒരു കാലയളവ്, ഈ ഇമ്മറബിൾ മെമ്മറി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം ഞാൻ പറയുകയാണ്, ഈ സഭാവിരുദ്ധ ശക്തികൾ പ്രയോഗിക്കുന്ന ഇത്തരം ഒരു ടെക്നിക്കാണ്. ഇപ്പം അത് സെക്യുലറിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ കൊടുക്കുക ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല രീതിയിലൂടെ ഈ ഉള്ള വിശ്വാസത്തിൽ നിന്ന് ഇവരെ വ്യതിചലിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, പകരം മറ്റു ചില കാര്യങ്ങൾ കുത്തിവെക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ കാണാൻ സംഭവിക്കുന്നതാണ്. യൂറോപ്പിൽ ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റിലമായിരുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം ഇന്ന് വിശ്വാസം യേശു ആണെന്ന് പോലും അവർക്കറിയത്തില്ല. അവർ സെക്യുലറിസ്റ്റ് മൈൻഡിലേക്ക് പോയി. അതോടൊന്നും വല്ലമല്ല അവർ മറ്റു മതവിശ്വാസങ്ങളിലേക്കും പോകുന്നു. പല പല കെണികൾ അവരെ ഉറപ്പായിട്ടും പിന്തുടരുന്നു. അങ്ങനെ ഇവിടെ ഈ അരുൺ പറഞ്ഞ പോലെ അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ചെറുപ്പക്കാരെ ആ രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്ക് ആകർഷിക്കാൻ അവർക്ക് വളരെ വളരെ എളുപ്പമായി മാറി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം പറയേണ്ടത്. അപ്പൊ നമുക്ക് കൊടുക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢത, അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് മാത്രം കൊടുത്താൽ മറിച്ച് ദൈവാനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയം പ്രേരിതമായി പ്രാർത്ഥിക്കുവാന്, അല്ലെങ്കിൽ തങ്ങളിലുള്ള പരിശുദ്ധാത്മ അരൂപിയെ ഉജ്ജ്വലിപ്പിക്കാനെ കുറച്ചുകൂടി സ്തുതിക്കുവാന്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രാർത്ഥനാ ശൈലികൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ അവലംബിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരിക്കലും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കരിസ്മാറ്റിക്കാർക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതല്ല, മറിച്ച് ഏതൊരു വ്യക്തിയുടെയും വിശ്വാസബദ്ധമായ ആ ഒരു പരിപോഷണത്തിനും ആ ഒരു വിശ്വാസ ദൃഢീകരണത്തിനും വിശ്വാസം മുൻപോട്ട് പോകുന്നതിനൊക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ നമ്മൾ ഈ ഒരു കാലത്ത് പരിശുദ്ധാത്മാവിനോടൊരു ആലോചന ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലും അതുപോലെ നമ്മുടെ പഠനത്തിലും നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതിനെ വളരെ സർവ്വപ്രധാനമായി കണ്ട് നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. ഇനി മറ്റൊരു കാര്യം, കുടുംബം, ഗാർഹിക സഭ. കുടുംബത്തിന് വളരെ നമുക്ക് ഒരിക്കലും കാരിയസം ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ സഭാധികാരികളോ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം മാതാപിതാക്കളാണ് ശരിക്ക് അവരാണ് വിശ്വാസ കൈമാറ്റത്തിൽ വളരെ വളരെ പ്രധാനം വഹിക്കേണ്ടത്. അല്ലെങ്കിൽ കുടുംബം, നമ്മുടെ വീടെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, കാറ്റഗിസം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസം കൈമാറുന്ന ഒരു സ്ഥലമായി മാറണം. അത് ഗാർഹിക സഭ തന്നെയാണ് ശരിക്കും. അപ്പൊ അവിടെ പ്രാർത്ഥന, വിശ്വാസബദ്ധമായ കാര്യങ്ങളുടെ ഡിസ്കഷൻ, അല്ലെങ്കിൽ എപ്പോഴും വിശ്വാസബദ്ധമായ കാര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മക്കളെ മറ്റെന്തു പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ ദൈവത്തെക്കുറിച്ചാണ്, ദൈവിക കാര്യങ്ങളാണ്, വിശുദ്ധ ജീവിതമാണ് പ്രാധാന്യം. നിങ്ങൾക്കൊരു ആത്മാവുണ്ട്, ശരീരമല്ല. ശരീരത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആത്മാവ്, നിങ്ങൾക്ക് നിത്യജീവി. ഈ കാര്യങ്ങളെല്ലാം അറിവുള്ള മാതാക്കൾക്ക് വലിയ തിയോളജിയോ അല്ലെങ്കിൽ ഭയങ്കരമായ ഡോക്ടറേറ്റ് ഒന്നും വേണമെന്നില്ല. തങ്ങളുടെ വിശ്വാസബദ്ധമായ കൈമാറി കിട്ടിയ അറിവ് വെച്ച് തങ്ങൾക്ക് കിട്ടിയ വിശ്വാസ സർവ്വപ്രധാനമെന്ന് കരുതി മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ മക്കളെ വിശ്വാസമായ കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ പ്രേരിപ്പിച്ച് വിടണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ ധ്യാനങ്ങൾക്ക് വിടണം, അതുപോലെ മറ്റുള്ള നല്ല നല്ല സ്പിരിച്വൽ റീഡിങ്, ഇങ്ങനെ എല്ലാ രീതിയിലും അവരുടെ വിശ്വാസവും ആത്മീയതയും ദൈവവിചാരവും ദൈവഭയവും ദൈവഭക്തിയും ഒക്കെ സജീവമാകുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ച ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. കറക്റ്റാണ്. ലാസ്റ്റായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വിശ്വാസ പരിശീലനം നേടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒരു അനുഭവമായിട്ട് മാറണം, പരിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറണം, വചനമായ ഒരു അനുഭവമായിട്ട് മാറണം. നമ്മൾ ഈ ബൈബിളിലെ സംഭവങ്ങൾ ഒരു സംഭവ കഥകളായിട്ട് അവതരിപ്പിക്കാതെ അതിൽ ഒരു ആഴത്തിലുള്ള ഒരു പഠനം അതിനകത്ത് അത്യാവശ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം, പൂർവ്വ ജോസഫിന്റെ ഒരു ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ പൊത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ പൂർവ്വ ജോസഫ് കാണിച്ച ആ ഒരു നോ, അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. സൂസന്നയുടെ ഒരു ധൈര്യം, മക്കബായരുടെ അമ്മ ആ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് മക്കളെ പഠിപ്പിച്ച ആ അമ്മയുടെ ധൈര്യം, അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. വിശുദ്ധര്, വിശ്വാസ ജീവിതത്തിന് വേണ്ടി ജീവിതം കൊടുത്ത രക്തസാക്ഷികൾ, അവരെന്തുകൊണ്ട് ചുമ്മാ ഒരു കഥ പറയുന്നത് പോലെ പറയാതെ കൃത്യമായിട്ടും ആ ആഴത്തിലുള്ള അവരുടെ വിശ്വാസമാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ വിശുദ്ധ മരിയ ഗുരുത്തി, അത് ചുമ്മാ ഒരു കുട്ടിക്കഥ പോലെ പറയാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധിയെ കുറിച്ചുള്ള വലിയൊരു മഹനീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കും. ഒപ്പം അതിനേക്കാളൊക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ നവോത്ഥാന നായകര്, ചാവറേച്ചനെ കുറിച്ച്, അർണോസ് പാദ്രിയെ കുറിച്ച്, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ക്രൈസ്തവരുടെ സംഭാവനയെ കുറിച്ച്, അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് കുട്ടികളിൽ ഒരു സമുദായ ബോധം. ഞാനൊരു ക്രിസ്ത്യാനി ആയത് എന്തുകൊണ്ടാണ്, ക്രിസ്ത്യാനി
ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു അഭിമാനിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. അവിടെയാണ് സമുദായ ബോധത്തിന്റെ ഒരു അടിത്തറ നാം പാകേണ്ടത്. ഒപ്പം തന്നെ ഓരോ ആഴ്ചകളിലും ഈ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട ആ ഒരു ആഴ്ച ആ ദിവസങ്ങളിൽ ക്രൈസ്തവ സമുദായം കടന്നുപോയിട്ടുള്ള വെല്ലുവിളികൾ, സമകാലിക സംഭവങ്ങൾ, പ്രണയകണിയുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു ഉദാഹരണം തന്നെ, നമ്മുടെ വേദപാഠം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദപാഠം പഠിക്കുന്ന കുട്ടികൾക്ക്, എത്ര കുട്ടികൾക്ക് അറിയാം JB കോശി കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും, ഒരുപക്ഷെ അറിയാമായിരിക്കാം. അപ്പോൾ അതെന്താണ്, ആ ഒരു കമ്മീഷന്റെ പ്രാധാന്യം എന്താണ്, ഈ മുനമ്പം സമരം എന്താണ്, വഖഫ് അധിനിവേശം എന്താണ്, ഈ പ്രണയക്കണി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പൊ UK നടക്കുന്ന ഗ്രൂമിംഗ് ഗ്യാങ്സ്, അത്തരം വിഷയങ്ങൾ. അപ്പോൾ കാലോചിതമായിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഈ കാലോചിതമായിട്ടുള്ള ഡിസ്കഷൻസും നമ്മുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അതിന് പകരം പലപ്പോഴും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സഭയുടെ ഉള്ളിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്നൊരു പദമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിലാണ് തീവ്രവാദികൾ ഇല്ലാത്തത്. ഇന്നേ വരെ ഒരു ക്രിസ്ത്യാനി തീവ്രവാദിയായിട്ട് കേരളത്തിൽ ഞാൻ കേട്ടിട്ടില്ല. വിശ്വാസത്തിന്റെ പേരിൽ മറ്റു പല കേസുകളിലും അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്താ പറയുന്നത്, ക്രിസ്ത്യൻ തീവ്രവാദി. ഇവിടെ ആരാണ് തീവ്രവാദം ചെയ്തിരുന്നത്? ഇത്രയും നാൾ തീവ്രവാദം ചെയ്തതും ഇവിടെ നിരോധിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇവിടെ ബോംബ് പൊട്ടിച്ചതും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി ബോംബ് പൊട്ടിച്ചതൊന്നും ക്രിസ്ത്യാനികളല്ല. പലപ്പോഴും ഈ കളമശ്ശേരി സംഭവം പോലും, കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം പോലും അത് ആരാ ചെയ്തത്? അത് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണ്? ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിക്കാത്തവരെ ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികൾ അവർ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ തീവ്രവാദി ഡൊമിനിക് മാർട്ടിൻ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ, ഏറ്റവും ശാന്തരും ഒരുവിധ ആക്രമണങ്ങൾക്കും മുതിരാത്ത ക്രിസ്ത്യാനികളെ കൃത്യമായിട്ട് പല രാഷ്ട്രീയ പാർട്ടികളടക്കം, കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളടക്കം അവരെ ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് നാമകരണം ചെയ്തിരിക്കുക, യഥാർത്ഥ തീവ്രവാദികളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സമുദായബോധം കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഈ മീഡിയയിലൂടെ വരുന്ന ക്രിസ്ത്യൻ തീവ്രവാദി, ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികൾ, അതായത് നമ്മുടെ സമുദായത്തിന് യാതൊരു വിലയും അവരുടെ ഉള്ളിൽ കിട്ടുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് ഈ മതബോധനത്തിലെ സമുദായ ബോധം അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തെക്കുറിച്ചുള്ള മതിപ്പ്, നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത, നമ്മുടെ വിശ്വാസത്തിന്റെ അനന്യത, ഇതെല്ലാം മതബോധനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസികൾക്ക് തന്നെ ഒരു നാണക്കേടാ ക്രിസ്ത്യാനി എന്ന് പറയാൻ. അപ്പോൾ ശരിക്കും കാരണം എന്ന് വെച്ചാൽ എന്താണ് ക്രിസ്ത്യാനിയാകുന്നതിൻ്റെ വില, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു ക്രിസ്ത്യാനി ആകുക എന്ന് പറയുന്നത് നമുക്കൊരു അപമാനത്തിൻ്റെയോ ലജ്ജയുടെയോ കാരണമല്ല, മറിച്ച് അതൊരു അഭിമാനത്തിനാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാഥൻ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ പോലെ ഇത്രമാത്രം എന്താ പറയുക ശ്രേഷ്ഠമായ, മഹത്തരമായ, സുന്ദരമായ ഒരു പഠനങ്ങൾ ടീച്ചേഴ്സ് നമുക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബോധ്യം, ശരിയായ ബോധ്യം കുട്ടികൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോർജ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികൾ അവരെല്ലാം ത്യജിക്കാൻ തയ്യാറായി. അപ്പോൾ ഈ വിശുദ്ധരുടെ കഥകളൊക്കെ അവരെ ഒരുപാട് സ്വാധീനിക്കും. ഈ രീതിയിലുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക വിശ്വാസ കൈമാറ്റ സമ്പ്രദായം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവുകയില്ല. അവർക്ക് തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നോ അവർ അഭിമാനപൂർവ്വം പറയുകയും തങ്ങളുടെ വിശ്വാസം ഏത് സാഹചര്യങ്ങളിലും, എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളി ഉണ്ടായാലും അവർ തങ്ങളുടെ വിശ്വാസം അവർ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. സഭയുടെ വളർച്ചയെ കരുതിയുള്ള, സമുദായത്തിന്റെ നന്മയെ കരുതിയുള്ള ചില ആശങ്കകളാണ്, അതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഈ ഒരു ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊക്കെ പറയുമ്പോൾ സഭയുടെ വിശ്വാസ പരിശീലന വിഭാഗം അത് തികഞ്ഞ പരാജയമാണ് എന്നൊരു അർത്ഥത്തിലല്ല ഞങ്ങളിവിടെ ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചത്. പക്ഷേ തിരുത്തപ്പെടേണ്ട ചില മേഖലകളുണ്ട്. കാരണം കാലോചിതമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വരുത്തേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചത്, ഈ ഒരു പ്രോഗ്രാമിലൂടെ ആ ആശയങ്ങൾ ഞങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും സഭ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് സഭ വിശ്വാസിയുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. ആ ആത്മീയ വളർച്ചയിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതാണ് വിശ്വാസ പരിശീലനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞ് അതിൽ വേണ്ടത്ര തിരുത്തലുകൾ വരുത്തുവാൻ, വേണ്ടത്ര ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ, അതിൻ്റെ ഒരു പ്രാധാന്യത വിശ്വാസി സമൂഹം തിരിച്ചറിയുവാൻ വേണ്ട നടപടികൾ സഭയുടെ ഭാഗത്തുനിന്നും, ഒപ്പം തന്നെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം കൂടുതൽ ഗൗരവമായി ഈ ഒരു വിഷയത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും സഭയ്ക്കും സമുദായത്തിനും ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ, ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.